നമസ്കാരം. സ്പേസ് എക്സിന്റെ ചരിത്രപരമായ IPOയ്ക്ക് പിന്നാലെ കമ്പനിയിലെ മുൻ വെൽഡർ കോടീശ്വരനായി മാറിയ വാർത്തയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നത്. കമ്പനി നൽകിയ ഓഹരികളുടെ മൂല്യം ഉയർന്നതോടെയാണ് ഈ സാധാരണക്കാരനായ തൊഴിലാളി 9 കോടിയിലധികം രൂപയുടെ ആസ്തിക്ക് ഉടമയായത്. തൊഴിലാളികൾക്ക് ഓഹരി പങ്കാളിത്തം നൽകുന്നതിലൂടെ കൈവരുന്ന സാമ്പത്തിക വളർച്ചയുടെ ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. പ്രമുഖ വാർത്താ ഏജൻസിയായ CBS ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഹുവാൻ ഹെർണാണ്ടസ് എന്ന തൊഴിലാളിയാണ് ഈ ഭാഗ്യവാൻ. 2015 ഒരു സുഹൃത്ത് വഴിയാണ് ഹെർണാണ്ടസ് സ്പേസ് എക്സിൽ ഒരു വെൽഡറായി ജോലിക്ക് പ്രവേശിക്കുന്നത്. അക്കാലത്ത് സ്പേസ് എക്സിനെ കുറിച്ചോ അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ കൃത്യമായ ധാരണയൊന്നുമില്ലാതിരുന്ന ഇദ്ദേഹം ഇതൊരു താൽക്കാലിക കരാർ ജോലി മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. ലോകം ഉറ്റുനോക്കിയ സ്പേസ് എക്സിൻ്റെ ഓഹരി വിപണിയിലെ അരങ്ങേറ്റമാണ് ഹെർണാണ്ടസിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഏകദേശം $75 ബില്യൺ മൂല്യമുള്ള റെക്കോർഡ് IPO ആണ് കമ്പനി പൂർത്തിയാക്കിയത്. നിയമനം ലഭിച്ചപ്പോൾ തന്നെ കമ്പനി ഏകദേശം $10,000, അതായത് ഏകദേശം 9.5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഓഹരികൾ നൽകിയിരുന്നുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹം മുൻപ് ചെയ്ത ജോലികളിൽ ഒന്നിലും ജീവനക്കാർക്ക് ഇത്തരത്തിൽ ഓഹരികൾ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് യാതൊരു പ്രാധാന്യവും അദ്ദേഹം നൽകിയിരുന്നുമില്ല. സ്പേസ് എക്സിൽ ജോലി ചെയ്ത കാലയളവിൽ റോക്കറ്റ് ലോഞ്ചിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലാണ് അദ്ദേഹം പങ്കാളിയായിരുന്നത്. പിന്നീട് ഒരു സൂപ്പർവൈസറായി സ്ഥാനക്കയറ്റം ലഭിച്ചു. പിന്നീട് സ്പേസ് എക്സ് വിട്ട ഹെർണാണ്ടസ് ജുവാൻ ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള അമേരിക്കൻ എയ്റോസ്പേസ് കമ്പനിയായ ബ്ലൂ ഒറിജിനിലാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. സ്പേസ് എക്സിലെ ഒരു പതിറ്റാണ്ട് കാലത്തെ സേവനത്തിനിടയിൽ ലഭിച്ച ഓഹരികൾ അദ്ദേഹം കൈവിട്ടിരുന്നില്ല. നിലവിൽ 6500 സ്പേസ് എക്സ് ഓഹരികളാണ് ഹെർണാണ്ടസിന്റെ പക്കലുള്ളത്. വിപണിയിലെ ആദ്യ ദിന വ്യാപാരത്തിന് ശേഷം സ്പേസ് എക്സ് ഓഹരി ഒന്നിന് $160.95 എന്ന നിരക്കിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതോടെ അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഓഹരികളുടെ മൊത്തം മൂല്യം $10 ലക്ഷത്തിലധികമായി ഉയരുകയായിരുന്നു. താൻ ജോലിയിൽ പ്രവേശിച്ച സമയത്ത് ഏകദേശം $10,000 മൂല്യം വരുന്ന ഓഹരികളാണ് കമ്പനി ബോണസായി വാഗ്ദാനം ചെയ്തതെന്ന് ഹെർണാണ്ടസ് ഓർക്കുന്നു. എന്നാൽ മുൻപ് ജോലി ചെയ്ത സ്ഥാപനങ്ങളിലൊന്നും ഇത്തരം ഓഹരി പങ്കാളിത്ത ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്നതിനാൽ അന്ന് താൻ അതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ലെന്നും അദ്ദേഹം CBS ന്യൂസിനോട് പറഞ്ഞു. ഓഹരി പങ്കാളിത്തം നൽകുമ്പോൾ സ്ഥാപനത്തിന്റെ വിജയപരാജയങ്ങളിൽ തങ്ങൾക്കും പങ്കുണ്ടെന്ന വലിയൊരു ഉത്തരവാദിത്ത ബോധം ജീവനക്കാരിൽ ഉണ്ടാകുമെന്നാണ് തന്റെ അനുഭവത്തിൽ നിന്ന് ഹെർണാണ്ടസ് വ്യക്തമാക്കുന്നത്. പെട്ടെന്നുണ്ടായ ഈ വലിയ സാമ്പത്തിക നേട്ടത്തിലും ഹെർണാണ്ടസിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. ജോലി ഉപേക്ഷിക്കാൻ തനിക്ക് യാതൊരു പദ്ധതിയുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പകരം ഈ സമ്പാദ്യം മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ചും ഓഹരി വിപണിയെക്കുറിച്ചും തന്റെ കൗമാരക്കാരിയായ മകളെ പഠിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 5000-ലധികം സാധാരണക്കാരായ ജീവനക്കാരാണ് കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് ഉയർന്നത്. കമ്പനിയുടെ ഈ വൻ വിജയം സ്ഥാപകനായ ഇലോൺ മസ്കിന്റെ ആസ്തിയിലും വലിയ വർധനമുണ്ടാക്കിയിട്ടുണ്ട്. സാധാരണക്കാരായ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള സാമ്പത്തിക അവസരങ്ങളാണ് സ്പേസ് എക്സ് ഒരുക്കിയത്. പ്രതിഭകളെ തിരിച്ചറിയാനും അവരെ കമ്പനിയുടെ വളർച്ചയുടെ ഭാഗമാക്കാനും സാധിച്ചതാണ് കമ്പനിയുടെ വിജയരഹസ്യം. തനിക്ക് ലഭിച്ച ഈ വലിയ അവസരത്തിന് കമ്പനിയോട് താൻ കടപ്പെട്ടിരിക്കുന്നുവെന്നും ഹെർണാണ്ടസ് പറഞ്ഞു. ഒരു സാധാരണ വെൽഡറിൽ നിന്നും കോടീശ്വരനിലേക്കുള്ള ഹെർണാണ്ടസിന്റെ ഈ ജീവിതയാത്ര ആഗോളതലത്തിലും വലിയ ചർച്ചയായിരിക്കുകയാണ്.